ആദർശ് വന്നോ? ആദർശ് സോ ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ ഡിസ്കഷൻ ആയിരുന്നല്ലോ ലാസ്റ്റ് ക്ലാസ്സിൽ. സോ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആയിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കാരണം ലെറ്റ് സ്റ്റുഡൻസിനും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആദർശ് ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ PMCs അല്ലേ, അതായത് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ. So based on the matrix material, composites are classified into three: polymer matrix composites, metal matrix composites, and ceramic matrix composites. So there are also other types of matrix composites like hybrid composites. അതായത് ഇത് രണ്ടിനെയും കൂടി രണ്ട് രീതിയിലുള്ള മെട്രിക്സ് ഉള്ള, അതായത് മെറ്റലും സെറാമിക്സും വരുന്ന, അല്ലെങ്കിൽ മെറ്റലിൽ തന്നെ രണ്ട് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് വരുന്ന, അങ്ങനെ ഹൈബ്രിഡ് കോമ്പോസിറ്റ്സും അവൈലബിൾ ആണ്. ഓക്കെ, കാരണം ഗ്ലാസ് ഫൈബേഴ്സും വരും, അതിൽ തന്നെ കാർബൺ ഫൈബേഴ്സും വരും. സോ ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് ദി മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. So metal matrix composites are not as popular as polymer composites. So as discussed yesterday, polymer matrix composites ആണ് wide ആയിട്ട് യൂസ് ചെയ്യുന്നത്, because there is a wide variety of PMCs available so as to suit for different applications. Okay. Also അതുകൊണ്ട് തന്നെ മോസ്റ്റ് പോപ്പുലർ ആയ മെട്രിക്സ് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ് ആണ്. The other two types are not as popular as PMCs. So metal matrix composites നമുക്ക് അതിൻ്റെതായ കുറച്ച് സ്പെസിഫിക് അപ്ലിക്കേഷൻസ് ഉണ്ട്. So in some applications where PMCs we can't use PMCs. Okay, കാരണം അവിടെ ഉപയോഗിക്കുന്ന പോളിമേഴ്സ് ആണ്, നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെറ്റലാണ്. സോ പോളിമേഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് ദേ ആർ ലൈറ്റ് വെയിറ്റ് അല്ലേ. സോ കോമ്പോസിറ്റ്സിന് നമ്മളെപ്പോഴും നമുക്ക് വേണ്ട ഒരു പ്രൈമറി ഒരു നീഡ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ലോ ഡെൻസിറ്റി ആണ്. ഒരു പോളിമർ ഒരു കോമ്പോസിറ്റ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ലോ ഡെൻസിറ്റി, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. So that's why they have a wide application in aerospace and aeronautical industries. Okay, കാരണം ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇൻ മെറൈൻ ഇൻഡസ്ട്രീസ് ഓൾസോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്പോർട്സ് ഗുഡ്സ് അല്ലേ, സ്പോർട്സ് ഐറ്റംസ് ഒക്കെ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ലോ വെയിറ്റ് ആണ് വേണ്ടത് അല്ലേ. അറ്റ് ദ സെയിം ടൈം വി നീഡ് ഇനഫ് റിജിഡിറ്റി ആൻഡ് സ്റ്റിഫ്നെസ്. അത്തരത്തിലുള്ള മെറ്റീരിയലാണ് കോമ്പോസിറ്റ്സ്. സോ ഈ മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ് പറയുമ്പോൾ ദ മെട്രിക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫേസ്. സോ അത് മെറ്റലായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ദർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ വെയിറ്റ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. കമ്പാരിറ്റീവ്ലി നമുക്ക് PMCs ലൈറ്റ് വെയിറ്റ് ആയിട്ട് അവൈലബിൾ ഉണ്ട് വിത്ത് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ PMCs ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബട്ട് മെറ്റൽസിന്റെ കേസിൽ എന്താണ്, പോളിമേഴ്സിനെക്കാളും സ്ട്രെങ്ത് കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ടില്ല. സോ metal matrix composites are not as popular as polymer composites because of the high density of metals when compared to the polymers. And metals not only offer greater strength and stiffness, but also they can withstand much higher temperature than polymer matrices. അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ് ആണ് മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സിന്റെ. എന്താണ്, they can withstand very high temperatures when compared to polymers. So അത്തരത്തിലെ ആപ്ലിക്കേഷൻസിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. So in practice, metal matrices are used for those applications where polymer matrices are unable to meet the service and engineering requirements. So MMCs are only used in such applications where the other one, that is the PMCs, can't meet the service or engineering requirements. Okay. These MMCs that is metal matrix composites, are capable of developing better characteristics than their base metals, and reinforcing metal matrices are observed to have improved specific strength and improved specific stiffness, abrasion resistance, and improved creep resistance, thermal conductivity, and dimensional stability. സോ ബേസ് മെറ്റലിനെക്കാളും ഈ പറയുന്ന പുതിയതായി കിട്ടിയ കോമ്പോസിറ്റ് മെറ്റീരിയൽ, അതായത് ഈ പറയുന്ന മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സിന് ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും ദാൻ ദർ ബേസ് മെറ്റൽസ്. ഏതെല്ലാമാണ് ഇംപ്രൂവ് ചെയ്യുന്നത്? അതിൻ്റെ സ്പെസിഫിക് സ്ട്രെങ്ത്, സ്പെസിഫിക് സ്റ്റിഫ്നെസ്, അബ്രാഷൻ റെസിസ്റ്റൻസ്, ക്രീപ്പ് റെസിസ്റ്റൻസ്, thermal conductivity, and dimensional stability. So also MMCs has got specific advantages when compared to PMCs. They have higher operating temperature. They can be
used at higher temperatures. Then non-flammability and greater resistance to degradation by organic fluids. സോ അപ്പോൾ ഇതുപോലുള്ള കെമിക്കൽ അറ്റാക്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കൂടുതലാണ്. ഇറ്റ് ഈസ് നോൺ ഫ്ലെയിമബിൾ അല്ലെ, പോളിമേഴ്സ് ആർ ഫ്ലെയിമബിൾ, ദ മെറ്റൽസ് ആർ നോൺ ഫ്ലെയിമബിൾ, then they can be used in higher operating temperatures. MMCs are much more expensive than PMCs and their use is somewhat restricted. So because ഈ മെറ്റൽ മെറ്റൽസ് കോമ്പോസിറ്റ്സ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ആണ് വേറെ റീസൺ അത് റെസ്ട്രിക്റ്റ് ചെയ്യാനല്ലേ. ഓക്കെ, so generally metals with low density together with their low temperature toughness are preferred as the matrix metal. So for certain specific applications, high melting point metals with high density may be the only choice. So based on our application requirement അനുസരിച്ചിട്ടാണ് നമ്മൾ മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സ് ചൂസ് ചെയ്യുന്നത്. അതർവൈസ് വി വിൽ ഗോ ഫോർ പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. സോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽ മെട്രിക്സ് പറയുന്നത് അലൂമിനിയം, മെഗ്നീഷ്യം, ടൈറ്റാനിയം ആൻഡ് ദർ അലോയ്സ്. ദീസ് ആർ ദ common materials used for metal matrix composites. Some special purpose, we can also use super alloys, copper, nickel and silver. Okay, so avidulla reinforcement, there can be continuous or discontinuous fibers, or there can be particulates or viscous, and depends on the different applications. So ഏത് രീതിയിലുള്ള reinforcement നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. And the concentration range is in between 10 to 60% of the volume. The concentration of the reinforcing part is approximately from 10 to half of the percentage in the total volume. The suitable reinforcement for low melting point metals like aluminum and magnesium can be metal, ceramics or intermetallics. For reinforcement ആയിട്ടുള്ള ഏതൊക്കെ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം? നമ്മൾ മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ് മെട്രിക്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മെറ്റൽ മെട്രിക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്? അലുമിനിയം, മെഗ്നീഷ്യവും മെറ്റൽ മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മെറ്റൽ, സെറാമിക്സ് അല്ലെങ്കിൽ ഇന്റർമെറ്റാലിക്സ് യൂസ് ചെയ്യാം. ഹൈ മെൽറ്റിംഗ് പോയിന്റ് മെറ്റൽസ് ലൈക്ക് സൂപ്പർ അലോയ്സ് ആൻഡ് റീഫ്രാക്ടറി മെറ്റൽസ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഫൈബേഴ്സ് സച്ച് ആസ് ഓക്സൈഡ്സ് ആൻഡ് ഇന്റർമെറ്റാലിക്സ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് മെറ്റൽസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയലും അതുപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റിലുള്ള ഫൈബേഴ്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക്വൈസ് ഡിഫറെന്റ് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് എല്ലാം കോട്ട് ചെയ്യണം. അതർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദി കോമ്പോസിറ്റ്സ്. അപ്പോൾ ഇതൊരു ജനറൽ ആപ്ലിക്കേഷൻ അല്ല, MMCസിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഗ്യാസ് ടർബൈൻ, ബ്ലേഡ്, ഓട്ടോമൊബൈൽ ആൻഡ് എയറോസ്പേസ് ആപ്ലിക്കേഷൻ, ദീസ് ആർ ദ ആപ്ലിക്കേഷൻ ഏരിയാസ് ഓഫ് MMCs. ഓക്കെ, അപ്പോൾ ഗ്യാസ് ടർബൈൻ ബ്ലേഡ്സിലുള്ള ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. Because of their high temperature creep and rupture properties, together with their high temperature oxidation resistance and impact resistance. These are the features which make them to use in gas turbine blades. Gas turbine blades are an important application MMCs. MMCs കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിലൊന്നാണ് gas turbine blades. Okay. And copper and silver based MMCs are used in electrical contacts such as electrical wiring applications-ന് നമ്മൾ കോപ്പറും സിൽവറും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിമെന്റഡ് കാർബൈഡ്സും ഡിസ്പേർഷൻ സ്ട്രെങ്തൻഡ് കോമ്പോസിറ്റ്സ് ഒക്കെ MMCസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. അതർ ടൈപ്പ് ഈ സെറാമിക് മെട്രിക്സ് കോമ്പോസിറ്റ്സ്. സെറാമിക്കിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ്. ഓക്കെ, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് അതിന്റെ ഒരു important property. They have good resistance to oxidation, and even at higher temperature they can withstand at very high temperature. The deterioration rate is very low at elevated temperatures. So some of the disadvantage is very low tensile strength, very low impact resistance and very low thermal shock resistance. So എന്താണ് CMCs ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ടു എൻഹാൻസ് ദി ടഫ്നെസ് വൈൽ റീറ്റെയിനിങ് ദ ഹൈ ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ മെറ്റീരിയൽസ് എന്താണെന്ന് ചെയ്യും, അത് വീക്കായി തുടങ്ങും, അല്ലെങ്കിൽ മെറ്റൽസ് വീക്ക് ആവും, അല്ലെങ്കിൽ പോളിമേഴ്സും വീക്ക് ആവും. പോളിമേഴ്സ് നമുക്ക് ഹൈ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യാനില്ല, ലിമിറ്റേഷൻസ് ആണ്. ബട്ട് മെറ്റൽസ് യൂസ് ചെയ്യുമ്പോഴും മെറ്റൽ വിൽ ബിക്കം വീക്ക്, അല്ലെ, അതിന്റെ ടഫ്നെസ് കുറയും. സോ ടു എൻഹാൻസ് ദ ടഫ്നെസ് വൈൽ റീറ്റെയിനിങ് ദ ഹൈ ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈസ് ദ മെയിൻ എയിം ടു ഡെവലപ്പ് CMCs or ceramic metal matrix composites. The fracture toughness of ceramic materials have been improved significantly by embedding particles, fibers or viscose of another suitable material. അപ്പോൾ ഈ സെറാമിക് മെറ്റീരിയൽസിന്റെ പ്രത്യേകതയാണ് when we are using reinforcement materials in that, like other reinforcement materials നമ്മൾ അതിൽ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രാക്ചർ ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് മേക്സ് ഇറ്റ്
it possible to use in different applications or which demands such requirements. The improvements in the fracture properties result from the interaction between the advancing cracks and the dispersed phase particles. Crack initiation normally occur with the matrix phase, while the crack propagation is impeded or hindered by the embedded second phase particles. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. കാരണം ക്രാക്സ് ഉണ്ടാവാം, ഫാറ്റിക് ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാവാം ഈ പറയുന്ന മെറ്റീരിയൽസിൽ അല്ലെ. ഇവിടെ വെച്ചാൽ ക്രാക്സ് ഇനീഷ്യലി ക്രാക്ക് ഉണ്ടാകുന്നത് മെട്രിക്സ് ഫേസിലായിരിക്കും. And it will start to propagate to the other reinforced phases. അപ്പോൾ നമ്മൾ നോക്കിയതാണ് ഈ റീഇൻഫോഴ്സ്മെന്റ്സ് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് അല്ല ഡിസ്കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ അത് പർട്ടിക്കുലർ ഡിസ്റ്റൻറ്റിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ക്രാക്ക് പ്രൊപ്പഗേഷൻ നമുക്ക് ഒരു പരിധി കൂടുതൽ ക്രാക്ക് പ്രൊപ്പഗേഷൻ ഉണ്ടാവില്ല, കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളതല്ല. But if you are using ceramic matrix composites, they have a high resistance towards or they have high fracture toughness, which makes it makes it to have a higher resistance towards these cracks. ഓക്കെ, അപ്പോൾ അത്തരം ലോഡിങ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ക്രാക്സ് ഉണ്ടാവാൻ ചാൻസസ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവാൻ ചാൻസസ് കൂടിയ അതുപോലത്തെ ഫംഗ്ഷനിങ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് സെറാമിക് സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് സെറാമിക് മെട്രിക്സ് കോമ്പോസിറ്റ്സ് ചൂസ് ചെയ്യാം. എക്സാമ്പിൾസ്: small particles of partially stabilized zirconia are dispersed within a matrix material of Al2O3. അപ്പോൾ Al2O3 ആണ് ഒരു എക്സാമ്പിൾ സെറാമിക് മെട്രിക്സിന്റെ in which zirconia is used as a dispersion particle. Viscose of silicon carbide or Si3N4 are also used as second phase. അപ്പോൾ നമുക്ക് ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽ ആയിട്ട് സെക്കൻഡ് ഫേസ് പാർട്ടിക്കിൾസും യൂസ് ചെയ്യാം. സോ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇൻ ജനറൽ, ഇൻക്രീസിംഗ് ദ കണ്ടന്റ് ഓഫ് സെക്കൻഡ് ഫേസ് ഇംപ്രൂവ്സ് ദി സ്ട്രെങ്ത് ആൻഡ് ഫ്രാക്ചർ ടഫ്നെസ്. നമ്മുടെ മെയിൻ ഫീച്ചർ എന്താണ് CFCസിന്റെ there is an improvement in the fracture toughness. So further we can improve the fracture toughness by increasing the content of second phase particles. So in our example, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്, സിർക്കോണിയൻ Al2O3 നമുക്ക് സെക്കൻഡ് ഫേസ് പാർട്ടിക്കിൾസ് ആഡ് ചെയ്യാം so as to improve the fracture toughness of the material. Also they have other features like improved high temperature creep behavior, high resistance to thermal shock. Applications include components in automobile and aircraft gas turbine engines, used as a cutting tool inserts. Already നമുക്കറിയാം ceramic metals which is cermets ഒക്കെ നമ്മൾ cutting tool materials ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Ceramic materials can be used as a cutting tool inserts for machining hard metal alloys. Okay, so another type of composite is a carbon composites, which are developed by reinforcing the carbon matrix with the carbon fibers. So that is a special type of composite in which the matrix and the reinforcement material both are carbon. Okay, so we can achieve very high elastic strength and elastic modulus even at elevated temperature of the order of 2000 degrees Celsius. Okay, അപ്പോൾ ഈവൺ അറ്റ് ഇത്രയും ഹയർ ടെമ്പറേച്ചറിലും അതിന് ഹയർ ഇലാസ്റ്റിക് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ടൈപ്പ് ഓഫ് കാർബൺ കോമ്പോസിറ്റ്സിന്. ഓക്കെ, so they have specific applications in rocket motors, in aircraft, in automobiles. Okay, then and another category is a hybrid composites. Already പറഞ്ഞു അതിൽ നമുക്ക് കാർബൺ ആൻഡ് ഗ്ലാസ് ഫൈബേഴ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു എ പോളിമർ മെട്രിക്സ്. നമ്മൾ ഉപയോഗിക്കുന്ന പോളിമർ മെട്രിക്സ് ആയിരിക്കും, പക്ഷെ അതിൽ നമ്മൾ രണ്ട് റീഇൻഫോഴ്സ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു കേസിൽ നമ്മൾ പഠിച്ചാൽ പോളിമർ മെട്രിക്സ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ carbon fiber polymer matrix or it can be a glass fiber reinforced polymer composite. But here we are using both carbon and glass fibers in the which are both are incorporated into a polymer matrix. Okay, അപ്പോൾ അതിൻ്റെതായ ആപ്ലിക്കേഷൻ നീഡ്സ് ഉണ്ട്. ഓക്കെ, സ്ട്രക്ചറൽ കോമ്പണൻസ് ഓഫ് ലൈറ്റ് വെയ്റ്റ് ലാൻഡ്, വാട്ടർ ആൻഡ് എയർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, സ്പോർട്ടിംഗ് ഗുഡ്സ്, ഓർത്തോപെഡിക് കോമ്പൗണ്ട്സിലൊക്കെ നമ്മൾ ഗ്ലാസ് കാർബൺ ഹൈബ്രിഡ് കോമ്പോസിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓൾമോസ്റ്റ് എല്ലാം ജനറൽ മീൻസ് എല്ലാം കോമൺ ആപ്ലിക്കേഷൻസ് ആണ് കോമ്പോസിറ്റ്സിൽ വരുന്നത്. ചിലതിന് മാത്രം സ്പെസിഫിക് ഏരിയാസിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. സോ ദീസ് ഇൻക്ലൂഡ്സ് ജനറൽ ആപ്ലിക്കേഷൻ ഓഫ് കോമ്പോസിറ്റ്സ്. ഈ പറഞ്ഞ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻഡസ്ട്രീസ് തന്നെയാണ്: എയർക്രാഫ്റ്റ് ആൻഡ് എയറോസ്പേസ് ആപ്ലിക്കേഷൻസ്, ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷൻസ്, മറൈൻ ആപ്ലിക്കേഷൻസ്, സ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസ്, ബയോമെറ്റീരിയൽ പാർട്സ് അല്ലേ, കാരണം ജോ റീമോഡലിംഗ്, ഹിപ്പ് റീപ്ലേസ്മെന്റ്സിന് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ.
നമ്മളെ ഗംസ്, അതുപോലെ തന്നെ നമ്മളെ ടീത്ത്, ടൂത്ത്സ്, അതിനൊക്കെ നമ്മൾ എന്താണ് നമ്മൾ ബയോമെറ്റീരിയൽസ് ആയിട്ട് ഈ പറയുന്ന കോമ്പോസിറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ദേ ഹാവ് അതർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് അതർ ദാൻ മെക്കാനിക്കൽ ആയിട്ടുള്ള നമുക്ക് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ കിച്ചൺ എക്യുപ്മെന്റ്സ് ആ രീതിയിലുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദർ ആർ ഇനി വരുന്ന ടോപ്പിക്സ് ആണ് ഇന്റർമെറ്റാലിക്സ്, മാരേജിങ് സ്റ്റീൽ, സൂപ്പർ അലോയ്സ് എന്ന് പറഞ്ഞാൽ 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്. ഈ 3 ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ട് ചോദിക്കാം. സോ അതിനുശേഷം വരുന്ന ഒരു ടോപ്പിക്കാണ് സെറാമിക്സ്. സെറാമിക്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെറാമിക്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നിങ്ങൾക്ക് ഈ വേർഡ് ഫയൽ കാണുന്നത്. നിങ്ങളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 14 മാർക്സിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ക്ലാസിഫൈ സെറാമിക്സ് വിത്ത് റേഡിയസ് റേഷ്യോ വിത്ത് നീറ്റ് സ്കെച്ചസ്. Explain with an example for each of the AH, AMHP, AM, BNHP type structures in ceramics with neat sketch. ഇത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഓൾറെഡി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട് ഇതിൻ്റെ ആക്കിയിട്ടുണ്ട്, 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ ഫിഗർ നമ്മൾ നോക്കിയില്ലായിരുന്നു, അല്ലെ നിങ്ങൾക്ക് തന്ന ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫിഗർ നിങ്ങൾക്ക് അവൈലബിൾ ആയിക്കണമെന്നില്ല. ഇത് വേറെ സ്ഥലത്ത് എടുത്തൊരു ഫിഗറാണ്. സോ ഹിയർ ദേ ആർ ആസ്കിങ് അസ് ടു പ്ലോട്ട് നീറ്റ് സ്കെച്ച് ഓൾസോ. അപ്പോൾ സ്കെച്ചിന് സെപ്പറേറ്റ് മാർക്ക് ഉണ്ടാവും. 14 മാർക്സിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്കെച്ചിന് അതിൻ്റെതായ മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്കറിയാം 3 ടൈപ്പ് സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി നോക്കിയതാണല്ലേ, കാറ്റിയോൺ, ആനിയോൺ അനുസരിച്ചിട്ട്. കാറ്റിയോൺ ആനിയോൺ റെപ്രസെന്റ് ചെയ്തിട്ടാണ് AOH വരുന്നത്. അപ്പോൾ അതിൽ 3 ടൈപ്പ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതിൽ വിത്ത് ഫിഗർ നിങ്ങൾ അത് നോക്കേണ്ടതാണ്. അപ്പോൾ വിത്ത് ഫിഗറിൽ ഒരു നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളെ ഗ്രൂപ്പിൽ വിട്ടുതരാം. നിങ്ങൾക്ക് അത് ലിൻവേസിൽ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾ ലിൻവേസിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ആ സെറാമിക്സിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മൊഡ്യൂൾസിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. So ceramics, we already know that it originated from the Greek word kermikos, which mean burnt stuff. അതിന്റെ ഇൻട്രൊഡക്ഷൻ തൽക്കാലം സ്കിപ്പ് ചെയ്യാം. എക്സാമ്പിൾസ് നമുക്കറിയാം, ഗ്ലാസ് അല്ലെ, ഗ്ലാസ് ഈസ് എ ടൈപ്പ് ഓഫ് സെറാമിക്, റിഫ്രാക്ടറീസ്, അബ്രസീവ്, ക്ലേസ്, എനാമൽസ്, സിമെന്റ്, എക്സെട്ര. ദീസ് ഓൾ ആർ ഡിഫറെന്റ് എക്സാമ്പിൾസ് ഓഫ് സെറാമിക് മെറ്റീരിയൽസ്. സോ അതിന്റെ പ്രോപ്പർട്ടീസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ദീസ് ആർ ദ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് സെറാമിക്സ് അല്ലെ. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബ്രിട്ടിൽനെസ്, ഹൈ ഹാർഡ്നെസ്, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ്. കെമിക്കലി ദേ വിൽ ബി ഇനേർട്ട്. ഓക്കെ, സോ അപ്പോൾ അതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് അതിനുണ്ട്. സോ സെറാമിക് മെറ്റീരിയൽസിന് ഏത് ടൈപ്പ് അറ്റോമിക് ബോണ്ട് ആണ്? അതിൽ നമുക്ക് മോർ ദാൻ 1 അറ്റോമിക് ബോണ്ട്സ് അവിടെ ഉണ്ട് അല്ലെ. സെറാമിക് മെറ്റീരിയൽസ് കണ്ടെയ്ൻ മോർ ദാൻ 1 ടൈപ്പ് ഓഫ് അറ്റോമിക് ബോണ്ട് ഇൻ എ സിംഗിൾ മെറ്റീരിയൽ. സോ പ്രിഡോമിനന്റ്ലി വി ക്യാൻ സി അയോണിക് ബോണ്ട്സ് അല്ലെ. കോവാലന്റ് ടു അയോണിക് ബോണ്ട് നമുക്ക് കാണാം, രണ്ടിന്റെ എക്സ്ട്രീംസ് നമുക്ക് അതിൽ കാണാം. The crystal structure of these materials are influenced by electrical charges and relative size of the component ions. അയോണിക് ബോണ്ട്സിൽ ഈ കോമ്പൗണ്ട്സിൽ എന്താണ് ഇലക്ട്രിക് ചാർജസിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ റിലേറ്റീവ് സൈസ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. സോ അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോർഡിനേഷൻ നമ്പർ ആൻഡ് റേഡിയസ് റേഷ്യോ ഓഫ് സെറാമിക്സ്. So ceramics are composed of at least 2 elements and often more. Their crystal structures are generally more complex than those for metals. The atomic bonding in these materials ranges from, അപ്പോൾ സെറാമിക് മെറ്റീരിയൽസിന്റെ കേസിൽ അറ്റോമിക് ബോണ്ടിങ് എങ്ങനെ ഉണ്ടാല്, അയോണിക് ബോണ്ടിങ് ഉണ്ട് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിങ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി എ പ്യുവർ അയോണിക് ബോണ്ടിങ് ഓർ ഇറ്റ് ക്യാൻ ബി എ പ്യുവർ കോവാലന്റ് ബോണ്ടിങ് ഓർ അപ്പോൾ അതിന്റെ ഇടയിലും ആവാം. ഓക്കെ, രണ്ടും കാണിക്കാം. It can exhibit in a combination of these 2 bonding types also. ആൻഡ് നമ്മളിപ്പോൾ നോക്കുന്നത് ഇപ്പോൾ പ്രിഡോമിനന്റ് ആയിട്ട് അയോണിക് ബോണ്ട് കാണിക്കുന്ന സെറാമിക്സിനെയാണ്. ഓക്കെ, സോ ഫോർ ദോസ് സെറാമിക് മെറ്റീരിയൽസ് ഫോർ വിച്ച് ദ അറ്റോമിക് ബോണ്ടിങ് ഈസ് പ്രിഡോമിനന്റ്ലി അയോണിക്, ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ മേ ബി തോട്ട് ഓഫ് ആസ് ബീങ് കമ്പോസ്ഡ് ഓഫ് ഇലക്ട്രിക്കലി ചാർജ്ഡ് അയോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ആറ്റംസ്. നമുക്കറിയാം മെറ്റാലിക് ബോണ്ട് കേസിലൊക്കെ നമ്മൾ ആറ്റംസ് ആണ് പഠിച്ചത് അല്ലെ, അറ്റോമിക് ബോണ്ടിങ് ആണ്. അപ്പോൾ അയോണിക് ബോണ്ടിങ്ങിന്റെ കേസിൽ എന്തായിരിക്കും, നമ്മൾ അവിടെ എന്തായിരിക്കും, അവിടെ ഇലക്ട്രിക്കലി ചാർജ്ഡ് അയോൺസ് ആയിരിക്കും ഉണ്ടാവില്ല. പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ് ഉണ്ടാവും, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഉണ്ടാവും അല്ലെ, കാറ്റിയോൺസ് ആൻഡ് ആനിയോൺസ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ കോർഡിനേഷൻ, നമ്മൾ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ ഡിഫറെന്റ് BCC, FCC, HCP സ്ട്രക്ചറിലൊക്കെ അറ്റോമിക് അറേഞ്ച്മെന്റ് ആണല്ലോ, ഡിഫറെന്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ്, ഡിഫറെന്റ് മെറ്റാലിക് സ്ട്രക്ചേഴ്സ് ആണ് അവിടെ നോക്കിയത്. അവിടെയൊക്കെ നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്താണെന്ന് നമുക്കറിയാം.
വാട്ട് ഈസ് കോർഡിനേഷൻ നമ്പർ? നിയർ ബൈ ആറ്റംസ്, നമ്പർ ഓഫ് നിയർ ബൈ ആറ്റംസ് ആണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ റേഡിയസ് റേഷ്യോന്റെ ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ റേഡിയസ് റേഷ്യോ വരുന്നത് നമ്മളെ ഈ സെറാമിക് മെറ്റീരിയൽസിന്റെ കേസിലാണ്. കാരണം ആനിയോണും കാറ്റിയോണിന്റെ റേഷ്യോ അല്ലെങ്കിൽ RC/RA കാറ്റിയോൺ ടു ആനിയോൺ റേഷ്യോ ആണ് ഇവിടെ റേഡിയസ് റേഷ്യോ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നതും ഈ കാറ്റിയോൺസും ആനിയോൺസും വെച്ചിട്ടുള്ള നമ്പറാണ്. The metallic ions or cations are positively charged. So there will be two types of ions. Positive charged ions and negatively charged ions. So the metallic ions or the cations are positively charged. അപ്പോൾ എങ്ങനെയാണ് ഇത് പോസിറ്റീവ് ചാർജ് ആണ്? ബിക്കോസ് ദേ ഹാവ് ലൂസ്ഡ് വൺ ഇലക്ട്രോൺ. They have given up their valence electron to the non-metallic ions or anions. അപ്പോൾ anions എന്ത് ചാർജ് ആയിരിക്കും? They will be having a negative charge. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ ന്യൂക്ലിയസ് അതിന്റെ ചുറ്റിലുള്ള എല്ലാ ഇലക്ട്രോൺസിനെയും അതിന്റെ അടുത്തേക്ക് ബൈൻഡ് ചെയ്ത് നിൽക്കുകയാണ് അല്ലെ. എല്ലാത്തിനെയും ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് നിർത്താനാണ് ഇത് ശ്രമിക്കല്, ശരിയല്ലേ? ന്യൂക്ലിയസ് നോക്കി അതിന്റെ വാലൻസിയിൽ ഒരു ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വാലൻസി ഇലക്ട്രോൺ എപ്പോഴും എന്തായിരിക്കും? അത് ജമ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണല്ലേ, അത് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഷ്രിങ്ക് ചെയ്യും ന്യൂക്ലിയസിലേക്ക് അല്ലെ. അപ്പോൾ അതിന്റെ സൈസ് കുറയും. അപ്പൊ അങ്ങനെയാണ് കാറ്റിയോൺസിന്റെ സൈസ് കുറവായിട്ട് വരുന്നത്. ഈ വാലൻസ് ഇലക്ട്രോൺ എവിടത്തേക്കാണ് ജമ്പ് ചെയ്യുന്നത്? അത് കാറ്റിയോണിലേക്കാണ് പോകുന്നത് അല്ല, സോറി, അത് അടുത്ത അയോണിലേക്ക് പോയി അതൊരു കാറ്റിയോൺ ഫോർമേഷൻ അവിടെ ഉണ്ടാവും അല്ലെ. അപ്പോൾ കാറ്റിയോൺ നെഗറ്റീവ് ചാർജ് ആയി, അപ്പോൾ അതിന്റെ റേഡിയസ് പിന്നെയും കൂടി. സോ കാറ്റിയോൺ വിൽ ബിക്കം ലാർജ്, സൈസ് വിൽ ബിക്കം ലാർജ്. cation അല്ല, anion size will become large. So anions will be always negative and larger in size. Cations will be positive and smaller in size. The size or ionic radii of the cation and anions are RC and RA. So RC divided by RA represents the radius ratio. നമ്മളിപ്പോൾ പറയുന്ന റേഡിയസ് റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത് RC by RA ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് radius ratio. So the value of radius ratio will be always less than unity. Okay, the value will be always less than unity. The figure shows a stable and unstable anion cation coordination configuration. Okay, അപ്പോൾ അതിൽ സ്റ്റേബിളും അൺസ്റ്റേബിളും കാറ്റിയോൺ ആനിയോൺ റേഷ്യോ കാണിക്കുന്നുണ്ട്. അതിൽ ലാർജ് ആയിട്ട് കാണിക്കുന്നത് വൈറ്റ് കളറിലുള്ളത് ആനിയോൺസ് ആണ്, സ്മോൾ ആയിട്ടുള്ളതാണ് കാറ്റിയോൺസ്. The coordination number, that is number of anions nearest neighbors for a cation. ഒരു കാറ്റിയോണിന് ചുറ്റിലും എത്ര ആണ് നിയറസ്റ്റ് ആയിട്ടുള്ള ആനിയോൺസ് ഉണ്ട്, ഈസ് റിലേറ്റഡ് ടു ദ കാറ്റിയോൺ ആനിയോൺ റേഡിയസ് റേഷ്യോ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ റേഡിയസ് റേഷ്യോ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും എത്രയാണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഫോർ എ സ്പെസിഫിക് കോർഡിനേഷൻ നമ്പർ ദർ ഇസ് എ ക്രിട്ടിക്കൽ ഓർ മിനിമം RC to RA റേഷ്യോ ഫോർ വിച്ച് ദ കാറ്റിയോൺ ആനിയോൺ കോൺടാക്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, so that ratio is determined from some geometrical considerations. So okay, coordination number 2 ആണ്. Cation anion ratio will be less than 0.155. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു കാറ്റിയോൺ ചുറ്റിലും 2 ആനിയോൺസ് ഉണ്ട്. രണ്ടാമത്തെ കേസ് നോക്കി 3 ആണ് കോർഡിനേഷൻ നമ്പർ, ദാറ്റ് ഈസ് നിയർ ബൈ ഒരു കാറ്റിയോണിന്റെ നിയർ ബൈ ദർ ആർ 3 ആനിയോൺസ്. അടുത്ത കേസിൽ 4 ആണ്. സോ കാറ്റിയോണിന്റെ നിയർ ബൈ 4 ആറ്റംസ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിന്റെ അപ്പുറത്തുള്ള കാറ്റിയോൺ ആണ് ഇവിടെ കാണിക്കുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ നെക്സ്റ്റ് കോളത്തിൽ കാറ്റിയോൺ ആനിയോൺ റേഡിയസ് റേഷ്യോ കാണിക്കുന്നുണ്ട്. സോ ദർ ഇസ് എ ഡിപെൻഡൻസി ബിറ്റ്വീൻ ദി കോർഡിനേഷൻ നമ്പർ ആൻഡ് ദി കാറ്റിയോൺ ആനിയോൺ റേഡിയസ് റേഷ്യോ. Okay, so radius ratio is RC by RA. So radius ratio will be always less than 1. So the coordination number represents the number of nearest cation neighbors to an anion or vice versa. തിരിച്ചിട്ട് നോക്കിയാലും കറക്റ്റ് തന്നെ ആയിരിക്കും. നിയറസ്റ്റ് നെയ്ബർ ഓഫ് ദി കാറ്റിയോൺ നോക്കിയാലും അത് അതേ റേഷ്യോ തന്നെ കിട്ടും, അതേ നമ്പർ തന്നെ നമുക്ക് കിട്ടും. So next is an important topic, crystal structure of ceramic materials. Important ആണ്. There are 3 types of crystal structure for ceramic material. ഇതിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. Crystal structure of ceramic materials. So AH type crystal structure. അപ്പോൾ എയും എച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് ആനിയോണും കാറ്റിയോണും ആണ്. ഓക്കെ, സോ സെറാമിക് മെറ്റീരിയൽസ് ഹാവിംഗ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റിയോൺസ് ആൻഡ് ആനിയോൺസ്, അതിനെ നമ്മൾ AH ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. വേർ A represents the cation and H represents the anion. So most popular ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് റോക്ക് സാൾട്ട് സ്ട്രക്ചർ ഓർ സോഡിയം ക്ലോറൈഡ് സ്ട്രക്ചർ, NaCl. NaCl സ്ട്രക്ചർ ആണ് നമ്മൾ അയോണിക് ബോണ്ട് പഠിക്കുമ്പോൾ NaClന്റെ എക്സാമ്പിൾ ആണ് പഠിച്ചത്. അതിന്റെ ഫിഗർ ആണ് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ചാപ്റ്ററിൽ, ഫസ്റ്റ് മൊഡ്യൂളിൽ.
സോ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് AH ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ റോക്ക് സാൾട്ട് സ്ട്രക്ചർ. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത്, എന്തൊക്കെയാണ് സെറാമിക്സിന്റെ ഡിഫറെന്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് എഴുതാം, ഡിഫറെന്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ AH AMHN അല്ലെ AMBNHP സ്ട്രക്ചർ, അങ്ങനെ 3 ടൈപ്പ് സ്ട്രക്ചർ ഉണ്ട്. അതിനുശേഷം ഓരോന്നും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം അല്ലെ. AH ടൈപ്പ് സ്ട്രക്ചറിൽ എന്താണ്, ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആനിയോൺസ് വരുന്ന സ്ട്രക്ചറിനെയാണ് AH ടൈപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ A കാറ്റയോണിയും H ആനിയോണിയും റെപ്രസെന്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, അടുത്ത എക്സാമ്പിൾ എഴുതാം. റോക്ക് സാൾട്ട് സ്ട്രക്ചർ, സോഡിയം ക്ലോറൈഡ് സ്ട്രക്ചർ ആണ് അതിന്റെ ഒരു എക്സാമ്പിൾ. അതിനുശേഷം അതിന് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ചെയ്താൽ അതിനുശേഷം അതിന്റെ ഫിഗറും വരക്കാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത് ഓരോന്നിലും. സോ അപ്പൊ ഇതിൽ പറയുന്നുണ്ട് അതിന്റെ കോർഡിനേഷൻ നമ്പറും റേഡിയസ് റേഷ്യോ ഒക്കെ എഴുതാൻ പറയുന്നുണ്ട്. സോ ഹിയർ ദ കോർഡിനേഷൻ നമ്പർ is 6 കോർഡിനേഷൻ നമ്പർ വരുന്ന ഒരു H ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്. Coordination number is 6 and radius ratio is between 0.4 to 0.4 and 0.7. Other examples showing the same radius ratio, other examples same radius, same coordination number, same crystal structure, other examples are MgO, MnS, LiF and FeO. Okay, with all the oxides, sulfides and fluorides, okay, lithium, iron, manganese, magnesium, examples of AH type of crystal structure. Now, these all points AH type of compounds results when the anions and cations have the same magnitude of charges. Cesium chloride is another type of crystal structure. Already നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിൽ അത് ഉണ്ടാവില്ല, കാരണം cesium chlorideന്റെ കോർഡിനേഷൻ നമ്പർ 8 ആണ്. 8 കോർഡിനേഷൻ നമ്പറിൽ ഒരു എക്സാമ്പിൾ ആണ് cesium chloride. അതുപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ 4 ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ZnS, ZnTN, SiC. അപ്പോൾ കോർഡിനേഷൻ നമ്പറിനനുസരിച്ചിട്ടാണ് ഇവിടെ എക്സാമ്പിൾ പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ് NaCl. For that, the coordination number is 6. After that, you have to plot a graph of the, image, a sketch of the structure of NaCl. So, AH type crystal structure ആണ് ഇതിലുള്ള. അപ്പോൾ ഇതുപോലെ ബുള്ളറ്റ്സിൽ ഡിഫറെന്റ് പോയിന്റ്സ് എഴുതാം. Okay. So, the coordination number for both cations and anion is 6. The radius ratio is between approximately 0.4 to 0.73. Okay. So figure below shows the unit cell for this crystal structure. അപ്പോൾ അതിലുള്ളത് എന്താണ്, FCC arrangement ആണ് അതിലുള്ളത്. See, the unit cell for the crystal structure in figure below is generated from an FCC arrangement of anions with one cation. താഴെ കാണിക്കുന്നത് ഒരു FCC arrangement ആണ്, അതിൽ arrangement of anion with one cation. Situated at the cube center and one at the center of each of the 12 cube edges. Okay, see, അപ്പോൾ ഇതിന്റെ സെന്റർ ആയിട്ട് നോക്കിയാൽ ഈ ഒരു ക്യൂബിന്റെ സെന്റർ ആയിട്ട് എന്താണ്, ഈ ബ്ലാക്ക് ഡോട്ട് Na+, അല്ലെ. Na+ എന്ന് പറയുന്നത് എന്താണ്, അത് പോസിറ്റീവ് ആണ്, അത് കാറ്റിയോൺ ആണ്. നെഗറ്റീവിലെ Cl- ആണ് ആനിയോൺ. ഓക്കെ, അപ്പോൾ Cl- ബിഗർ സൈസ് ആയിരിക്കും, Na+ സ്മോളർ സൈസ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ക്യൂബിക് ക്രിസ്റ്റൽ നിങ്ങൾ നോക്കി, ഈ സിംഗിൾ യൂണിറ്റ് സെൽ നോക്കി, അതിന്റെ ഏറ്റവും മിഡിൽ ആയിട്ട് എന്താണ്, സെന്റർ പോർഷനിൽ എന്തുണ്ട്, Na+ എന്ന കാറ്റിയോൺ ഉണ്ട്. അപ്പൊ ആ 1 കാറ്റിയോൺ അവിടെ ഉണ്ട്. അത് കൂടാണ്ട് എവിടെയൊക്കെ ഉണ്ട്, എല്ലാ ക്യൂബ് എഡ്ജസിന്റെയും സെന്റർ പോർഷനിലായിട്ട് കാറ്റിയോൺ ഉണ്ട് അല്ലെ. എല്ലാ എഡ്ജസ് നോക്കിയേ, എല്ലാ എഡ്ജസിന്റെയും 12 എഡ്ജസ് ആ 12 എന്തുണ്ട്, കാറ്റിയോൺസ് ഉണ്ട് അവിടെ. ഓക്കെ, ബാക്കിയുള്ള പ്ലേസസിലൊക്കെ, ബാക്കിയുള്ള ഫേസ് സെന്റേഴ്സിലും ബാക്കിയുള്ള കോർണേഴ്സിലൊക്കെ എന്താണ്, ആനിയോൺസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇത് തന്നെയായിരിക്കും നിങ്ങൾ നോക്കി, ഇതിന്റെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കി, ഇതിന്റെ മുകളിൽ വേറൊരു ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ കാണിക്കുന്ന ഈ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ മുകളിൽ വേറൊരു യൂണിറ്റ് സെൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആ യൂണിറ്റ് സെല്ലിന്റെ താഴത്തെ ഭാഗവും ഇപ്പൊ കാണിക്കുന്ന യൂണിറ്റ് സെല്ലിന്റെ ഈ മുകളത്തെ ഭാഗവും കൂടിയാൽ വേറൊരു യൂണിറ്റ് സെല്ലാവും അല്ലെ. അങ്ങനെയുള്ള ഒരു യൂണിറ്റ് സെല്ല് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ പോർഷനിൽ എന്താ കാണുക, സെൻട്രൽ പോർഷനിൽ നിങ്ങൾക്ക് കാറ്റിയോൺ പകരം ഒരു ആനിയോൺ ആയിരിക്കും ഉണ്ടാവുക. സെൻട്രൽ പോർഷനിൽ ഒരു ആനിയോൺ ഉണ്ടാവും. ഇപ്പൊ കാറ്റിയോണിന്റെ എങ്ങനെയൊക്കെയാണോ പറഞ്ഞാൽ അതുപോലെ ആനിയോൺ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാം. സെൻട്രൽ പോർഷനിൽ ഒരു ആനിയോൺ ഉണ്ടാവും, പിന്നെ എല്ലാ എഡ്ജസിലും ഒരു ആനിയോൺ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ കോർണേഴ്സിൽ വരുന്നത് കാറ്റിയോൺ ആയിരിക്കും. അപ്പൊ അത് റിപ്പീറ്റഡ് ആയിട്ടാണ് ഇവിടെ പോകുന്നത്. സോ an equivalent crystal structure results from a face-centered arrangement of cations. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഫേസ് സെന്റേർഡ് അറേഞ്ച്മെന്റ് ഓഫ് കാറ്റിയോൺസും ആനിയോൺസും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. Thus, the rock salt crystal structure may be thought of as two impregnating FCC lattices, one composed of cations and other of anions. ഇതുപോലുള്ള കാറ്റിയോൺസും ആനിയോൺസിന്റെയും രണ്ട് FCC സ്ട്രക്ചറിന്റെ
ഒരു യോജിച്ച പോലെ ആയിരിക്കും നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു ഇൻഡിവിജ്വൽ സ്ട്രക്ചർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കാറ്റയോൺ അതിന്റെ സെന്റർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ആനിയോൺ അതിന്റെ സെന്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എൻറ്റയർ ക്രിസ്റ്റൽ സ്ട്രക്ചർ നോക്കിയാൽ ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് ദി ബോത്ത്, അല്ല രണ്ട് ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് NaCl കൂടാണ്ട് MgO, MnS, LiF and FeO are other examples. These all are examples with coordination number 6. Coordination number 4 ആണെങ്കിൽ ZnS, ZnTen, SiC. Coordination number 8 ആണെങ്കിൽ we have CCN chloride as an example. So this is the figure. ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഫിഗർ വരക്കണം. സോ നിങ്ങൾക്ക് രണ്ട് കളറിൽ പെൻ ഉപയോഗിക്കാം അത് റെപ്രസെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ സൈസ് ഡിഫറെന്റ് സൈസസ് ആയിട്ട് കാണിക്കാം. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ നോട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് ഓൾറെഡി തന്ന നോട്ടിൽ ഫിഗർ മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഫിഗറും കൂടി ഉൾപ്പെടുത്തി ഈ നോട്ട് ഞാൻ ലിൻവേസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനത്തെ പോലത്തെ ഒരു ചോദ്യം ചോദിക്കാം. Second one is AMHP type crystal structure. So CaF2 or calcium fluoride is the example there. So already നമ്മുടെ സ്ലൈഡിൽ അത് നോക്കിയതാണ് AMHP type crystal structure. Here the anions and cations does not qualify for H type structure. ഇവിടെ H type structure അല്ല. Common example is calcium fluoride CaF2. Here the coordination number is 8 and radius ratio is 8. Other examples ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് അതിനും ഫിഗർ ഉണ്ട്. Here already ionic radii is 0.8 and coordination number is 8. Here you can see here one unit cell consists of 8 cubes as indicated in the figure below. One unit cell consists of 8. അപ്പോൾ ഈ ഒരു യൂണിറ്റ് സെൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ 8 ക്യൂബ് അല്ലെ, മുകളിൽ 4 ക്യൂബ്സ് ഉണ്ടാവും, താഴെ 4 ക്യൂബ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ കാറ്റയോൺ ആനിയോണിന്റെ അറേഞ്ച്മെന്റ് നോക്കിയേ, ഇതിൽ Ca2+ എന്ന് പറയുന്ന കാറ്റയോൺസ് നോക്കിയാൽ ഈ എൻ്റയർ യൂണിറ്റ് സെല്ലിൽ 4 മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലെ. മുകൾ ഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് 4 സ്മോൾ ക്യൂബ്സ് ഉണ്ട്. അതിൽ ലെഫ്റ്റ് കോർണറിലുള്ള ഒരു ക്യൂബിന്റെ മിഡിലായിട്ടാണ് ഒരു കാറ്റയോൺ ഉള്ളത്. അതുപോലെ തന്നെ റൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള റൈറ്റ് കോർണറിലായിട്ടുള്ള ഒരു അല്ലെങ്കിൽ റൈറ്റ് കോർണർ ആയിട്ടുള്ള ഒരു ക്യൂബിലാണ് രണ്ടാമത്തെ ആറ്റം ഉള്ളത്. ഓക്കെ, സെയിം കേസാണ് ലോവർ മോസ്റ്റ് പാർട്ടിലും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് കാറ്റയോൺസ് കുറവാണ് നമ്പർ ഓഫ് ആനിയോൺസിനെക്കാളും. Okay, so calcium ions are positioned at the calcium ions are the cations here are positioned at the center of the cube with the fluorine ions at the corners. Fluorine ions ആണ് കോർണേഴ്സ് ഉള്ളത്, കാറ്റയോൺ അയോൺസ് സെന്റർ ആയിരിക്കും ഉണ്ടാവല്. നമുക്കറിയാം CaF2 ആണ് എന്ന് വെച്ചാൽ അത് കാൽഷ്യം അയോൺസ് കുറവായിരിക്കും എന്തായാലും ഫ്ലൂറിൻ അയോൺസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എൻ്റയർ ക്രിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ 50% മാത്രമേ കാൽഷ്യം അയോൺസ് ഉണ്ടാവും for a total number of fluorine ions. Okay, the other compounds that show the same crystal structure are UO2, PuO2 and THO2. Different oxides ആണ്, plutonium, uranium and thorium. ഇതിന്റെ oxides ഒക്കെ സെയിം crystal structure ആണ് കാണിക്കുന്നത്. A third type of crystal structure is AM, BN and HP structure. So here there will be two cations or more than one type of cations. Okay, BaTiO3, SR, ZnO3 അങ്ങനെ ഡിഫറെന്റ് എക്സാമ്പിൾസ് ഉണ്ട്. ബേരിയം ടൈട്രാനേറ്റ് ആണ് BaTiO3. സോ അതിന്റെ കോർഡിനേഷൻ നമ്പർ തന്നിട്ടുണ്ട്. ഓരോ അയോൺസിനും ഡിഫറെന്റ് ആണ് ഇവിടെ കോർഡിനേഷൻ നമ്പർ. കാറ്റയോൺസിന് ഡിഫറെന്റ് കോർഡിനേഷൻ നമ്പർ ആണ്, ആനിയോൺസിന് ഡിഫറെന്റ് കോർഡിനേഷൻ നമ്പർ ആണ്. സോ ദർ ആർ 2 കാറ്റയോൺസ് ഹിയർ, Ba2+ ആൻഡ് Ti4+ എന്ന് 2 കാറ്റയോൺസ് ഇവിടെ ഉണ്ട് അല്ലെ. കോർഡിനേഷൻ നമ്പർ ഓഫ് coordination number is 12 for Ba2+ ion and 6 for Ti4+ ion and again 6 for O2- ion. Okay, so അതിനും ഒരു ഫിഗർ ഉണ്ട്. സോ BaTiO3 is called barium tetranet, അതാണ് നമ്മളെ ടൈറ്റാനേറ്റ്, അതാണ് നമ്മളെ എക്സാമ്പിളിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ വിത്ത് ആൻ എക്സാമ്പിൾ നമ്മൾ ഫിഗറും കാണിക്കണം. അതിന്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വേറൊരു ടേം ഇവിടെ നോക്കാനല്ലേ, ദിസ് മെറ്റീരിയൽ ഹാസ് എ പെറോവ്സ്കൈറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. എന്താണ് പെറോവ്സ്കൈറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങളെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തതുമല്ല. അപ്പോൾ ജസ്റ്റ് ആ ടേം മാത്രം ഓർമ്മിച്ച് നോക്കുക. ദിസ് മെറ്റീരിയൽ ഹാസ് എ പെറോവ്സ്കൈറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഓക്കെ, so they will have a cubic type of structure unit cell and the unit cell of the structure is shown in the figure. ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം Ba2+ അയോൺസും O2- അയോൺസും എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൽ Ti4+ എന്ന ടൈറ്റാനിയം അയോൺ എവിടെയാണുള്ളതെന്ന് പറയാം. സെൻട്രൽ മോസ്റ്റ് പോർട്ടിലാണ് ഉള്ളത് അല്ലെ.
So Ba2 plus ions are situated at all 8 corners of the cube, and a single Ta4 plus ion is at the cube center with O2 minus ion located at the center of each of the 6 faces. So അതാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ പഠിക്കാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കോമ്പോസിറ്റ് ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഈ സെറാമിക്സ് എന്നുള്ള ഈ ഒരു ഏരിയന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ്. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ഇത് ചോദിക്കാം. വിത്ത് ഫിഗർ അത് പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇത് കംപ്ലീറ്റ് ആയി ചാപ്റ്റർ. അതിന്റെ ബാക്കിയുള്ള ഞാൻ പറഞ്ഞു, സൂപ്പർ അലോയ്സ്, മെറാജിങ് സ്റ്റീൽ, ഇന്റർമെറ്റാലിക്സ് ഒക്കെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് പഠിക്കേണ്ടതാണ്. അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിളും അത് എന്താണെന്നുള്ള ഡിഫറെന്റ് പോയിന്റ്സും മാത്രമേ വരുന്നുള്ളൂ. Then one more is the application of ceramics. What are the different applications of ceramics? Glasses, clay products, refractories, abrasive, cements, അതിലൊക്കെ ഒരുപാട് applications വരുന്നുണ്ട്. Okay, so one more term in the syllabus is titanium and its alloys. Titanium അതിന്റെ alloys ആണ് വേറൊരു ടേം നമുക്ക് സിലബസിൽ വരുന്നത്. സോ titanium and its alloys ന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇൻ biomedical fields and all, we are using titanium and its alloys as the material for these type of applications. ഞാൻ ഓൾറെഡി നോക്കി, നമ്മൾ ടിഷ്യൂ, ആർട്ടിഫിഷ്യൽ ഹിപ്പ് ജോയിന്റ്സ്, ആർട്ടിഫിഷ്യൽ നീ ജോയിന്റ്സ്, ബോൺ പ്ലേറ്റ്, ഇതൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈറ്റാനിയവും അതിന്റെ അലോയ്സും ആണ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഡെന്റൽ ഇംപ്ലാന്റ്സ് ഒക്കെ. ഓക്കെ, സോ അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ട്. വൺ ഈസ് ദ മെയിൻ ഫീച്ചർ ഈസ് ഇറ്റ്സ് ലൈറ്റ് വെയിറ്റ് ആൻഡ് ബയോകമ്പാറ്റബിലിറ്റി. ഇറ്റ് ഷുഡ് ബി ബിക്കോസ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള ഒരു ബയോളജിക്കൽ ടിഷ്യൂലേക്കാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് ബി കമ്പാറ്റബിൾ വിത്ത് ദാറ്റ് അതർ മെറ്റീരിയൽ. So they have excellent biocompatibility. They are already lightweight and excellent mechanical properties ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഡിഫറെന്റ് ഷേപ്സിലേക്ക് നമുക്ക് അതിനെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫാബ്രിക്കേഷൻ പ്രോസസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെ. ഓൾസോ ദേ ഹാവ് എക്സലന്റ് corrosion resistance. So there is no problem in using in such applications. Okay, so titanium alloys ഒരു ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം Ti6Al4V. So that is a widely used titanium alloy for implants. Okay, so the main alloying elements of this alloy are aluminum and vanadium. So our example പഠിച്ചു നോക്കുക, Ti6Al4V. Okay, so the percentage of aluminum and vanadium is represented as 6 and 4. 6% aluminum and 4% vanadium is added in titanium base metal. So we'll get this alloy Ti6Al4V. Okay. ഓക്കെ, എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് ഒന്ന് എല്ലാവരും ഒന്ന് പറയണേ.